ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റഡി ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ വീഡിയോ അല്ല. നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു മിസ്സിങ് കാർഡാണ് നമുക്ക് കാണിക്കുന്നത്. ഒരുപാട് കാർഡ്സ് നമുക്ക് ആദ്യം ദ കിങ് ഓഫ് പെൻഡക്കിളിൽ തുടങ്ങി ദ കിങ് ഓഫ് കപ്സിൽ എത്തി നിൽക്കുമ്പോഴും ആ ഒരു വ്യക്തിയുടെ മനസ്സിലെന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരിക്കലും എന്നെ കെയർ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മെമ്മറീസ് നിങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ള രീതിയിൽ വ്യക്തി ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ആദ്യത്തെ ദ കിങ് ഓഫ് പെൻഡക്കിൾ എന്നുള്ള കാർഡ് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റീനെ കാണിക്കുന്ന ഒരു കാർഡാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ ഒരുപാട് തവണ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി തോന്നും. അതായത് കൂടുതലായിട്ടും എനിക്ക് ഈ ഒരു കാർഡ് കാണുന്നവർ കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടുതലായിട്ട് ചിന്തിക്കുന്നവരാണെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ വളരെയധികം ഇമോഷണൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ചെറിയ കാര്യങ്ങളിൽ ഹേർട്ടാവുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്ര പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയൊക്കെ ആണോ എന്നുള്ള രീതിയിൽ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ വ്യക്തിക്കറിയാം ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അടുക്ക വരാൻ പറ്റില്ല. അത് ആ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇവിടെ ഒരു വിശ്വാസക്കുറവ്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ആ ഒരു വ്യക്തി ചിലപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. കാരണം ഒരുപാട് തവണ പറ്റിച്ചിട്ടുണ്ടാകാം, ഒരുപാട് തവണ പറഞ്ഞ് വീണ്ടും ആ ഒരു തെറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇവിടെ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജിയൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിന് സത്യം പറഞ്ഞാൽ പോലും നിങ്ങൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളും ഈ ഒരു ടൈമിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം വ്യക്തി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു മിസ്സിങ് കാർഡാണ്. മിസ്സിങ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്, ഒരുപാട് ഹേർട്ട് ബ്രേക്കാണ്. കാരണം അവരുദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുക. കുറേ ആൾക്കാർ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞു തീർത്തൂടെ എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിക്കുന്നതായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ ഒരു വ്യക്തിയും എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോകുന്നവരെ പോട്ടെ എന്നുള്ള കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ കുറച്ച് പേഴ്സൺ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ ഒരുപാട് തള്ളിയ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് നിങ്ങൾ ജെന്യൂനായിട്ട് നിന്നിട്ട് പോലും നിങ്ങളെ ഒരുപാട് വേദനിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹം ജെന്യൂനായിട്ടുള്ള ഒരു കാര്യമാണ്. ചില കാര്യങ്ങളിൽ ഒരു സത്യവശങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പറയണം എന്ന് പല രീതിയിലും ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി ചോദിച്ച് ആ ഒരു പേഴ്സൻ്റെ പിറകെ പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയും സത്യവശങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ പോലും ആ ഒരു വ്യക്തിയോട് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അപ്പോഴും എവിടെയും ടച്ച് ചെയ്യാതെ അതൊക്കെ നിങ്ങളുടെ മേലാണ്, നിങ്ങൾ അങ്ങനെ വെറുതെ ചിന്തിക്കുന്ന കൊണ്ടാണ് എന്നുള്ള രീതിയിലാക്കി ആ ഒരു വ്യക്തി അത് മനഃപൂർവ്വം സത്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തു വെച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊക്കെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പറയേണ്ട സമയത്ത് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഗ്യാപ്പ് വരില്ലായിരുന്നു. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതിനെക്കുറിച്ച് ഓർത്ത് വ്യക്തി നല്ല രീതിയിൽ ഒരു റിഗ്രറ്റിംഗ് എനർജിയിലേക്ക് കാണിക്കുകയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ദ വേൾഡ് കാർഡ് ഉണ്ട്. അതായത് ആ ഒരു വ്യക്തിക്കറിയാം നിങ്ങളാണ് ആ ഒരു, അല്ലെങ്കിൽ നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. കാരണം എന്ന് പറയുന്നത് ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് ആരുമില്ലാത്ത സമയത്തും നിങ്ങളുണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ തോട്ടിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളാണ് ആ ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുന്നത്, ഒരു കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഇമോഷണലായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സും വളരെ ജെന്യൂനാണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പലപ്പോഴും
നിങ്ങളോട് അത്രത്തോളം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടില്ല. ചിലപ്പം നിങ്ങൾക്ക് ഫ്രീ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി, നിങ്ങൾ അത്രയും വീണ്ടും വീണ്ടും എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നുള്ള തോന്നിച്ച ഒക്കെ ഉണ്ടായതിനു ശേഷം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇവിടെ പറയാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ അത്ര പോലും ജെന്യൂനിറ്റി ആ ഒരു വ്യക്തിക്കില്ല. ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി പ്രകാരം പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അത് ആ ഒരു മോശമായിട്ടുള്ള ഒരു അധ്യായം അവിടെ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടി പോകാൻ ആ ഒരു വ്യക്തി തയ്യാറാണ്. പക്ഷെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് ആവുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്കൊരു ചിന്തിക്കേണ്ട രീതിയിലിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് വ്യക്തിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ നിങ്ങളുടെ റെസ്പോണ്ട്, നിങ്ങൾ എങ്ങനെയായിരിക്കും അത് പ്രതികരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ എന്ത് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഇതെങ്ങനെ പോകുന്ന അറിയില്ല. പക്ഷെ എന്താണ്, നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ വേണം. നിങ്ങൾ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യക്തി ഇവിടെ നല്ല രീതിയിൽ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകാം. ദ നൈറ്റ് ഓഫ് കപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരാൾ ഒരു പൂക്കളൊക്കെ ആയിട്ട് ഒരു വെൽക്കം ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. ഒരു വീണ്ടും ഓഫർ ചെയ്യാൻ, ദ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ആദ്യം നിങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ള രീതി, അതിപ്പോൾ പറഞ്ഞ് സോൾവ് ആക്കണം എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലും അവിടെ ഒരുപാട് ഗ്യാപ്പ് ഉള്ളതായിട്ട് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചത് എന്നുള്ള രീതിയിലല്ല ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. പകരം ആ ഒരു വ്യക്തി ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് ചെയ്തു പോയ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയ ആ ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ കുറച്ച് ഭയങ്കര അല്ലെങ്കിൽ കുറച്ച് കൂടിപ്പോയി എന്നുള്ള രീതിയിൽ ഒരുപാട് നിങ്ങളെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ചിത്രീകരിച്ചൊരു പേഴ്സണാണ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. നല്ലൊരു മൊമെൻറ്റിന് വേണ്ടി ഇവിടെ ആ ഒരു വ്യക്തി ചിലപ്പോൾ പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു വെയിറ്റിംഗ് എന്നത് ഒരുപാട് നാളായിട്ടൊരു മാറ്റത്തിന്, അതുപോലെ തന്നെ ഒരു പുതിയൊരു തുടക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ക്ഷമയോടുകൂടി, അതായത് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പേഴ്സൻ്റെ മൈൻഡിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ഇതിനൊരു റിലേഷൻഷിപ്പിന് മുൻതൂക്കം എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്നുള്ള ചിന്തയിലേക്ക് മാറി വരികയാണ്. ഒരു ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ വ്യക്തി കടന്നു പോകുന്നു എന്നുള്ള രീതിയിൽ, അത് 3 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം. ഒരു സോഡിൻ്റെ ഉള്ളിൽ ഒരു ഹേർട്ട് ബ്രേക്ക് ആക്കിയ പോലെ 3 സോഡ് കുത്തി നിർത്തുന്ന ഒരു വേദന അല്ലേ. നമുക്ക് മനസ്സിലാകാം അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ ആ ഒരു വ്യക്തി കടത്തിവിട്ടത് എന്നുള്ള രീതിയിൽ. ആ ഒരു വ്യക്തിയായിട്ടുണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതിന് ഈ ഒരു സിറ്റുവേഷന് ഈ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് വരേണ്ടതും അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നിച്ചൊക്കെ വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ദ കിങ് ഓഫ് കപ്പ്, ദ നൈറ്റ് ഓഫ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അതായത് വീണ്ടും ഒരു കപ്പ് ഓഫ് ലവ്, ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. അല്ലെങ്കിൽ അതൊരു ആക്സെപ്റ്റ് അല്ലെങ്കിൽ എൻഡപ്പായി പോയി എന്നുണ്ടെങ്കിൽ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന അവസ്ഥ. കാരണം ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളെയാണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ചിലപ്പോൾ മ്യൂച്വലി ആയിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ ഒക്കെ ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ഹിൻറ്റും തരാതെ നിങ്ങളെ ഒരു എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഉപേക്ഷിച്ച് പോയതെന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ വിട്ടേച്ച് പോയ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരിക, അപ്പം ബിസി ആയിരുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ജെന്യൂൻ അല്ലാത്ത റീസൺസൊക്കെ വെച്ച് നിങ്ങളെ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റാത്തതിൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അത് അന്ന് പറയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് പോലും ആ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി തരാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള അവസ്ഥയിലൂടെയൊക്കെ കുറച്ച് പേരുടെ പേഴ്സൺ കടന്നു പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളത് വിശ്വസിക്കുമെന്ന് അറിയില്ല. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ പോലും അതിന് പറ്റാത്ത ഒരു രീതിയിലുള്ള അവസ്ഥയൊക്കെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കാണുന്നത്. അതൊക്കെ ഓർത്ത് വളരെയധികം ഒരു ഡിപ്രഷൻ നിറഞ്ഞ, കാരണം ഉള്ളിലുള്ള സ്നേഹമുണ്ട് പക്ഷെ എന്ന് വെച്ചാൽ അത് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നിങ്ങളുടെ അടുക്ക വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു രീതിയിലുള്ള അവസ്ഥയിലൂടെയാണ്
ഇപ്പോൾ കാണിക്കുന്നത് ടവർ കാർഡ്, ഒരു കംപ്ലീറ്റ് സ്റ്റക്നെസ്. ഇതിന് എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്നോ ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ, അതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കപ്സ് കാർഡ്, വ്യക്തിയുടെ മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ രാത്രിക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെ ഒരു ഡ്രീം കാണുകയാണ് നിങ്ങളെയൊക്കെ. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മൈനർ അർക്കാന കാർഡാണ് ഈ പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ബിഗിനിങ്, ഒരു എൻഡ് ഓഫ് ഒരു സൈക്കിൾ എൻഡപ്പായിട്ട് ഒരു പുതിയൊരു തുടക്കം തുടങ്ങണം. പക്ഷെ അവിടെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ലെസൺസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയൊരു തുടക്കം തുടങ്ങിയാൽ ഇതിലൊരു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് വ്യക്തിക്കുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിലൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് വ്യക്തി വിചാരിക്കുകയാണ് എൻ്റെ മുന്നിൽ ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പക്ഷെ അവിടെ എന്താണ്, കംപ്ലീറ്റ് ആയിട്ടൊരു ഹോപ്പില്ലാത്ത അവസ്ഥയിലൂടെ അല്ല വ്യക്തി കടന്നു പോകുന്നത്. പക്ഷെ തീർച്ചയായും അല്ലെങ്കിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ തോട്ട് നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത് നോക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക്, ദ ടു ഓഫ് സോർഡ്. അതായത് ഇവിടെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാകാം. അത് സിറ്റുവേഷൻ ആകാം, പേഴ്സൺ ആയിരിക്കാം. ഓരോരുത്തരുടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കാണ് അറിയാം അല്ലേ. അത് നമുക്ക് ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊന്നും എടുത്ത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ വ്യക്തിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിലൊരു ബ്ലോക്കേജ് പോലെ വ്യക്തിയെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ. അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനൊരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു എനർജി വ്യക്തിയെ ചുറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം എന്ത് ചെയ്യുമ്പോഴും അതിനൊക്കെ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിലുള്ള അവസ്ഥയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു ആക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ അതിനൊരു വേണ്ട ആ ഒരു പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള റിസൾട്ട് കിട്ടാത്ത അവസ്ഥ, അതാണ് വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വ്യക്തി ഫേസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നൊന്നുമല്ല, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ചെയ്തു പോയ തെറ്റുകളൊക്കെ റിയലൈസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴാണ് ഈ ഒരു വ്യക്തി ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കിയൊന്ന് നല്ല അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു ഹാപ്പിനെസ്സോട് കൂടി വരിക എന്നുള്ള ഇത് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം. അതിനുള്ള മറുപടി എന്നുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പലരെ സംബന്ധിച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ഗൈഡൻസ്. കുറച്ച് പേരോട് ഇത് പാസ്റ്റിൽ നിന്നും ലെറ്റ് ഗോ ചെയ്ത് പോകാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ചാൽ പാസ്റ്റിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ഹേർട്ടായിട്ട് നിൽക്കാനേ ചാൻസ് ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നിക്ക് നിങ്ങളത് ലെറ്റ് ഗോ ചെയ്ത് പോവുക. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വേണ്ട, എനിക്ക് ഐ ഡിസേർവ് ബെറ്റർ, എനിക്ക് ഇതിനേക്കാൾ നല്ലത് ഡിസേർവ് ചെയ്യും എന്നുള്ള രീതിയിലുള്ളവരാണെങ്കിൽ ഒരിക്കലും പാസ്റ്റ് നോക്കാതെ മുന്നോട്ട് തന്നെ പോവുക. അതായത് ഇവിടെ ദ ലൈറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു കുട്ടി ഇവിടെ മുന്നോട്ട് നടക്കുന്ന രീതിയിലുള്ള കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ വച്ചതിന് ശേഷമാണ് ആ ഒരു കുട്ടി മുന്നോട്ട് നടക്കുന്നത്. ഇവിടെ ഒരു ഹോപ്പാണ്, ആ ഒരു കുട്ടിക്കുള്ളൊരു പ്രതീക്ഷയാണ്. അതേപോലെയാണ്, അതായത് സോൾമേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ സോൾമേറ്റ് ആണ്, അതെ നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്ട്രെസ് അടിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഫസ്റ്റ് പോയിൻറ്റ്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ മതി, ഈ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പാസ്റ്റിലെ കാര്യം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് മാറി വരിക, ടൈം എടുക്കുന്ന ഒരു സാഹചര്യം പലരെയും സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ട് വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും പാസ്റ്റ് പറഞ്ഞ ആ ഒരു പേഴ്സണെ വീണ്ടും ഹേർട്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോ വീണ്ടും ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഒരു ന്യൂ ബിഗിനിങ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റെബിലിറ്റീനെ കാണിക്കുന്ന ഒരു കാർഡാണ്. ഒരു പലരെ സംബന്ധിച്ച് ഒരു റിട്ടേൺ ബാക്ക് അടിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ട് മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്കാണെങ്കിൽ പാസ്റ്റ് പോലും നോക്കാതെ മുന്നോട്ട് തന്നെ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും യൂണിവേഴ്സലും ഡിവൈൻ എനർജിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.